ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഗ്രൂപ്പ് എക്സിൻ്റെ ഫിസിക്സ് ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ആണ്. സോ എന്തൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, എ ബോഡി ഈസ് മൂവിങ് ഇൻ എ സർക്കുലർ പാത്ത് വിത്ത് ആക്സിലറേഷൻ എ. ഇഫ് ഇറ്റ്സ് വെലോസിറ്റി ഗെറ്റ്സ് ഡബിൾഡ്, ദെൻ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ആക്സിലറേഷൻ ആഫ്റ്റർ ആൻഡ് ബിഫോർ ദ ചേഞ്ച് ഓഫ് വെലോസിറ്റി. ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഒബ്ജക്റ്റ് ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി ഡബിൾ ചെയ്തു. അങ്ങനെയെങ്കിൽ ആഫ്റ്റർ ദ വെലോസിറ്റി ചേഞ്ച് ചെയ്തപ്പോഴുണ്ടായിട്ടുള്ള ആക്സിലറേഷനും വെലോസിറ്റി ആദ്യം ഉണ്ടായിരുന്നപ്പോഴുണ്ടായിരുന്ന ആക്സിലറേഷനും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 1:4, ഓപ്ഷൻ ബി 1:2, ഓപ്ഷൻ സി 2:1, ഓപ്ഷൻ ഡി 4:1. സോ നമുക്കത് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എ ഈസ് ഈക്വൽ ടു v²/r ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആഫ്റ്റർ ആൻഡ് ബിഫോർ ആണ്. സോ ആഫ്റ്റർ എന്നുണ്ടെങ്കിൽ അതായത് വെലോസിറ്റി 2v ആയിട്ടാണ്. അതായത് 2v the whole square divided by r equal to v²/r. r ഇവിടെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ 2v² ഉണ്ട്. അതായത് 4v² ഈസ് ഈക്വൽ ടു v². ഇതിൻ്റെ റേഷ്യോ വരുന്നത് 4:1 ആണ്. ഓപ്ഷൻ ഡി 4:1 ശരി ഉത്തരം. അടുത്ത ചോദ്യം, വെയ്റ്റ്ലെസ്നെസ് ഓഫ് ആൻ ആസ്ട്രോണറ്റ് മൂവിങ് ഇൻ എ സാറ്റലൈറ്റ് ഈസ് എ സിറ്റുവേഷൻ ഓഫ്. ഓപ്ഷൻ എ 0 വെലോസിറ്റി, ഓപ്ഷൻ ബി നോ ഗ്രാവിറ്റി, ഓപ്ഷൻ സി 0 മാസ്, ഓപ്ഷൻ ഡി ഫ്രീ ഫോൾ. ഓപ്ഷൻ ഡി ഫ്രീ ഫോൾ ആണ് ശരി ഉത്തരം. For which of the following metals the resistance decreases on increasing the temperature? ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്നത് ഏത് മെറ്റീരിയലിനാണ്? ഓപ്ഷൻ എ കോപ്പർ, ഓപ്ഷൻ ബി ടങ്സ്റ്റൺ, ഓപ്ഷൻ സി ജർമ്മേനിയം, ഓപ്ഷൻ ഡി അലുമിനിയം. ഓപ്ഷൻ സി ജർമ്മേനിയം ആണ് ഇതിൻ്റെ ആൻസർ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മേനിയം ഒരു സെമി കണ്ടക്ടറാണ്. സെമി കണ്ടക്ടറിൽ വാലൻസ് ബാൻഡ് ഇലക്ട്രോണിന് എനർജി നേടുമ്പോൾ അത് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുമ്പോഴുണ്ടാകുന്ന കണ്ടീഷൻ കൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ഡിപ്പ് അറ്റ് മാഗ്നറ്റിക് പോൾസ് ഓഫ് എർത്ത്? ആംഗിൾ ഓഫ് ഡിപ്പാണ് മാഗ്നറ്റിക് പോൾസ് ഓഫ് എർത്തിൻ്റെത് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി 45 ഡിഗ്രി, ഓപ്ഷൻ സി 90 ഡിഗ്രി, ഓപ്ഷൻ ഡി 180 ഡിഗ്രി. ഓപ്ഷൻ സി 90 ഡിഗ്രിയാണ് ശരി ഉത്തരം. എ ചാർജ് മൂവ്സ് ഇൻ എ സർക്കിൾ പെർപെൻഡിക്കുലർ ടു എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ദ ടൈം പീരീഡ് ഓഫ് റവല്യൂഷൻ ഡസ് നോട്ട് ഡിപ്പെൻഡ്? ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ചാർജ് ഒരു സർക്കിൾ പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ അങ്ങനെ അതായത് ഈ ഒരു ചാർജ് മൂവ് ചെയ്യുമ്പം അതിൻ്റെ ടൈം പീരീഡുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ മാഗ്നറ്റിക് ഫീൽഡ്, ഓപ്ഷൻ ബി ചാർജ്, ഓപ്ഷൻ സി മാസ് ഓഫ് ദ പാർട്ടിക്കിൾ, ഓപ്ഷൻ ഡി വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ. സോ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ടി ഈസ് ഈക്വൽ ടു ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ ടി ഈസ് ഈക്വൽ ടു 2πm/3 എന്നാണ്. അതായത് ഇവിടെ മാസ് ഓഫ് ദ ബോഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ചാർജിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ ഡിപ്പെൻഡ് ചെയ്യാത്തത് വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിളാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആറ്റോമിക് നമ്പർ ഓഫ് എ ന്യൂക്ലിയസ് ഈസ് Z ആൻഡ് മാസ് നമ്പർ ഈസ് m. ഫൈൻഡ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഒരു ന്യൂക്ലിയസിലുണ്ടായിട്ടുള്ള ഒരു ആറ്റത്തിൻ്റെ
അറ്റോമിക് നമ്പർ Z ആണ്, മാസ് നമ്പർ M ആണ്. അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എങ്ങനെയാണ് കാണുന്നത്? ഓപ്ഷൻ എ M-Z, ഓപ്ഷൻ ബി M, ഓപ്ഷൻ സി Z, ഓപ്ഷൻ ഡി M+Z. ഓപ്ഷൻ എ M-Z ആണ് ഇതിൻ്റെ ശരി ഉത്തരം. അതായത് അറ്റോമിക് മാസ് മൈനസ് അറ്റോമിക് നമ്പറാണ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കാണാനുള്ളത്. അതായത് മാസ് നമ്പറിൽ നിന്ന് പ്രോട്ടോണിൻ്റെ നമ്പർ കുറച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടും. The electrical circuit used to get smooth DC output from a rectifier circuit is called. Option A oscillator, option B filter, option C amplifier, option D logic gates. Option B filter ആണ് ശരി ഉത്തരം. Two bodies of 2 kg and 4 kg are moving with velocities 20 meter per second and 10 meter per second respectively towards each other under mutual gravitational attraction. Find the velocity of their center of masses in meter per second. ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ മാസ് 2 കിലോഗ്രാമും 4 കിലോഗ്രാമുമാണ്. ആർ മൂവിങ് വിത്ത് വെലോസിറ്റീസ്, അവയുടെ വെലോസിറ്റിയും പറഞ്ഞിട്ടുണ്ട് 20 മീറ്റർ പെർ സെക്കൻഡും 10 മീറ്റർ പെർ സെക്കൻഡും ആണ്. ടുവാർഡ്സ് ഈച്ച് അതർ അണ്ടർ ദ മ്യൂച്വൽ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ. ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ദെയർ സെൻറ്റർ ഓഫ് മാസ് ഇൻ മീറ്റർ പെർ സെക്കൻഡ്. സോ നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്ത് നോക്കാം. VCM center of mass is equal to M1 V1 plus M2 V2 divided by M1 plus M2. സോ നമുക്ക് വാല്യൂ ഡയറക്റ്റായിട്ട് കൊടുക്കാം. 2 into -20 plus 4 into 10 divided by 6. സോ ഇവിടെ മുകളിലത്തെ ടേം നോക്കുക. 2 into -20 എന്ന് പറഞ്ഞാൽ -40 ആണ്. -40 ഇവിടെ +40, മുകളിൽ 0 വരും. 0/6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആണ്. സോ നമ്മുടെ ആൻസർ 0. Which of the following statements is correct in case of adiabatic expansion? അഡിയാബാറ്റിക് എക്സ്പാൻഷൻ്റെ കേസിൽ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് ശരി? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു 0, ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു നെഗറ്റീവ്, ഓപ്ഷൻ സി ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു പോസിറ്റീവ്, ഓപ്ഷൻ ഡി ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു 0. ഒക്കെ ഓൾറെഡി നമ്മൾ തെർമോഡൈനാമിക്സിലെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തപ്പോൾ ഉൾപ്പെടുത്തിയ ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്ഷൻ ബി ഈസ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ആണ്. അടുത്ത ചോദ്യം, ദ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് അറ്റ് ഇറ്റ്സ് മെയിൻ പൊസിഷൻ. അതായത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ അതിൻ്റെ വെലോസിറ്റി മെയിൻ പൊസിഷനിൽ എന്തായിരിക്കും? ഓപ്ഷൻ എ മാക്സിമം, ഓപ്ഷൻ ബി മിനിമം, ഓപ്ഷൻ സി ഇൻഫിനിറ്റി, ഓപ്ഷൻ ഡി 0. ഓപ്ഷൻ എ മാക്സിമം ആയിരിക്കും. A coil of an area 2 meter square is placed in a magnetic field which changes from 4 Weber per meter square to 8 Weber per meter square in 2 seconds. Find the induced EMF in the coil. Option A 4 volt, option B 5 volt, option C 6 volt, option D 7 volt. So equation EMF equal to A d5 by dt. So 2 into 4/2, that is equal to 4. ഓപ്ഷൻ എ 4 വോൾട്ട് ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, the process by which an alternating current is converted into direct current is called. അതായത് എ സി കറണ്ടിനെ ഡി സി കറണ്ടാക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര്. ഓപ്ഷൻ എ പ്യൂരിഫിക്കേഷൻ, ഓപ്ഷൻ ബി ആംപ്ലിഫിക്കേഷൻ, ഓപ്ഷൻ സി റെക്ടിഫിക്കേഷൻ, ഓപ്ഷൻ ഡി കറണ്ട് ആംപ്ലിഫിക്കേഷൻ.
ഓപ്ഷൻ സി റെക്ടിഫിക്കേഷൻ ആണ് ശരി ഉത്തരം. If the threshold wavelength for photoelectric effect on sodium metal is 5000 Armstrong, then find its work function. Option A 15 joule, option B 4 into 10 raised to minus 19 joule, option C 4 into 10 raised to minus 14 joule, option D 4 into 10 raised to minus 22 joule. So ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. W0 is equal to HC by lambda 0. ഇതിൻ്റെ വാല്യൂ ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 6.63 into 10 raised to minus 34 into 3 into 10 raised to 8 divided by 5000 Armstrong ആണ് തന്നിട്ടുള്ളത്. സോ അത് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 10 raised to minus 10 മൾട്ടിപ്ലൈ 10 raised to minus 10 എന്ന് വരും. സോ നമുക്കത് 5ലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതുമ്പോൾ 5 into 10 raised to minus 7 എന്ന് എഴുതാം. സോ ഇനി പവേഴ്സിൻ്റെ ഒക്കെ നമ്മളൊന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യാം. അത് 10 raised to minus 34 ഉണ്ട്, 10 raised to 8 ഉണ്ട്, താഴെ 10 raised to minus 7. 10 raised to minus 34ഉം 8ഉം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ minus 26 ആണ്. ദെൻ താഴെ ഒരു minus 7 ഉണ്ട്. സോ ടോട്ടൽ പവർ ഇൻറ്റു 10 raised to minus 19 വരും. സോ ഇനി ഇവിടെ മുകളിൽ 6.63 ഉണ്ട്, 3 ഉണ്ട്, ഒരു 5 ഉണ്ട്. ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 3 9 ആണ്. ദെൻ 3 into 6 18, ശിഷ്ടം 1. ദെൻ 3 into 3 18, 1 19, 19.89 ഡിവൈഡ് ബൈ 5. സോ ഇനി 19.89 ഡിവൈഡ് ബൈ 5 ഏകദേശം ഇതൊരു 20 ആയിട്ട് അപ്രോക്സിമേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ സോ നമ്മുടെ വാല്യൂ വരുന്നത് അപ്രോക്സിമേറ്റ്ലി 4 into 10 raised to minus 19 ജൂളാണ് ശരി ഉത്തരം. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 4 into 10 raised to minus 19 ജൂളാണ് ശരി ഉത്തരം. ത്രൂ വിച്ച് മോഡ് ഓഫ് വേവ് പ്രൊപ്പഗേഷൻ ആർ ദ റേഡിയോ വേവ് സെൻഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ? റേഡിയോ വേവ്സ് ട്രാവൽ ചെയ്യുന്നത് ഏത് വേവ് പ്രൊപ്പഗേഷനിലൂടെയാണ്? ഓപ്ഷൻ എ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ, ഓപ്ഷൻ സി സ്കൈ വേവ് പ്രൊപ്പഗേഷൻ, ഓപ്ഷൻ സി സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. സോ റേഡിയോ വേവ് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ ചെയ്യും, സ്കൈ വേവ് പ്രൊപ്പഗേഷൻ ആണ്, സ്പേസ് വേവ് ആണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. വാട്ട് ഈസ് ദ വേവ് ലെങ്ത് റേഞ്ച് ഓഫ് വിസിബിൾ ലൈറ്റ്? വിസിബിൾ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് റേഞ്ച് ഓപ്ഷൻ എ 4 into 10 raised to minus 7 meter to 8 into 10 raised to minus 7 meter. Option B 4 into 10 raised to minus 6 meter to 8 into 10 raised to minus 8 meter. Option C 4 into 10 raised to 5 meter to 8 into 10 raised to minus 9 meter. Option D 4 into 10 raised to 10 meter to 8 into 10 raised to 10 meter. സോ നമ്മൾ പഠിച്ചിട്ടുള്ളത് നാനോമീറ്ററിലാണ്. അപ്പോൾ നാനോമീറ്ററിൽ നിന്ന് മാറ്റിയിട്ട് മീറ്ററിലാണ് തന്നിട്ടുള്ളത്. സോ നമ്മുടെ ആൻസർ എന്നത് ഓപ്ഷൻ എ 4 into 10 raised to minus 7 meter to 8 into 10 raised to minus 7 meter ആണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഡയമെൻഷണൽ ഫോർമുല ഫോർ ദ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ ജിയുടെ ഡയമെൻഷണൽ ഫോർമുലയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ m raised to minus 1 l raised to 3, ഓപ്ഷൻ d raised to minus 2, ഓപ്ഷൻ ബി m raised to minus 1 l raised to 3 t raised to minus 1, ഓപ്ഷൻ സി m raised to minus 1 l square t raised to minus 2, ഓപ്ഷൻ ഡി m raised to 0 l raised to 0 t raised to 0. ഓപ്ഷൻ എ m raised to minus 1 l raised to 3 t raised to minus 2 ആണ് ഇതിൻ്റെ ശരി ഉത്തരം. അപ്പോൾ ഇതിൽ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് വീഡിയോയിലും ഞാനിത് ഉൾപ്പെടുത്തി, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയമെൻഷണൽ ഫോർമുലാസ് നമുക്ക് മിലിറ്ററി എക്സാമുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ആ ഒരു ടോപ്പിക് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് ആണ്, നിങ്ങൾ പ്ലേലിസ്റ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം.
Two balls are dropped from height h and 2h respectively. What would be the ratio of time taken by the balls to reach the earth? Option A root 2 is to 1, option B 1 is to root 2, option C 2 is to 1, option D 4 is to 119. So ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 1 is to റൂട്ട് 2 ആണ്. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ എങ്ങനെയാണ് ഇത് ആൻസർ കിട്ടുന്നതെന്ന് ഞാൻ വർക്ക് എനർജി പവറിൻ്റെ ASSR ഗ്രൂപ്പ് എക്സിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ കയറിയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഉണ്ട് എങ്ങനെയാണ് ഈ ആൻസർ വരുന്നതെന്ന്. സോ അതിൽ ഇതുപോലെ തന്നെ പല ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ ടോപ്പിക്കിൻ്റെയും ASSR ഗ്രൂപ്പ് എക്സ് ടെക്നിക്കലിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസും പിന്നെ സാധാ ക്വസ്റ്റ്യൻസും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവർ ആ വീഡിയോ പോയി കാണാം. അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെൻ എ സ്പ്രിങ് ഈസ് സ്ട്രക്ചർഡ് ബൈ 2 cm, ദ എനർജി സ്റ്റോർഡ് ഈസ് 100 joule. ഇഫ് ഇറ്റ് ഈസ് സ്ട്രക്ചർഡ് ഫർദർ ബൈ 2 cm, ഇറ്റ്സ് എനർജി ഇൻക്രീസ്ഡ് ബൈ ഓപ്ഷൻ എ 300, ഓപ്ഷൻ ബി 400, ഓപ്ഷൻ സി 200, ഓപ്ഷൻ ഡി 100. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ 300 ആണ്, 300 ജൂളാണ്. അപ്പോൾ ഇതും ഈ ഒരു വർക്ക് എനർജി പവറിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് കിട്ടുന്നതിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു എക്സ്പ്ലനേഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ് വാട്ട് ടെമ്പറേച്ചർ വിൽ ദ സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ ബി മിനിമം? ഏത് ടെമ്പറേച്ചറിലാണ് വാട്ടറിൻ്റെ സർഫസ് ടെൻഷൻ മിനിമം ആവുന്നത്? ഓപ്ഷൻ എ 0 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ബി 25 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ സി 60 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ഡി 75 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ ഡി 75 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിൻ്റെ ശരി ഉത്തരം. അടുത്ത ചോദ്യം. ഡയമീറ്റേഴ്സ് ഓഫ് 2 വാട്ടർ ഡ്രോപ്സ് ആർ 1 cm ആൻഡ് 1.5 cm റെസ്പെക്റ്റീവ്ലി. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് എക്സസ് പ്രഷർ ഇൻസൈഡ് ദം. ഓപ്ഷൻ എ 1:1, ഓപ്ഷൻ ബി 5:3, ഓപ്ഷൻ സി 3:2, ഓപ്ഷൻ ഡി 2:3. സോ ജസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം. ഡി പി ഈസ് ഈക്വൽ ടു 2T/R എന്നാണ് ഇക്വേഷൻ. സോ അതിൽ പ്രഷർ dP1 അതായത് കോമൺ ടേംസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്നത് ΔP2 ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ റേഡിയസിൻ്റെ കേസ് മാത്രം എടുത്താൽ മതി. 1.5 / 1 അതായത് 3/2, 3:2 ആണ് വരുന്നത്. അതിവിടെ R2/R1. സോ ആൻസർ വരുന്നത് 3:2. In Young's double slit experiment, using sodium light, wavelength is equal to 5898 angstrom and 92 fringes are seen. If another color wavelength 5461 angstrom is used, then find the number of fringes. Option A 62, option B 99, option C 67, option D 85. So നമുക്ക് ചെയ്ത് നോക്കാം. N1 λ1 is equal to N2 λ2. സോ നമുക്കിത് കാണേണ്ടത് N2 ആണ്. N2 is equal to N1 λ1 divided by λ2. സോ വരുന്നത് 92 into 5898 divided by 5461. സോ ഇത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 99 ആണ്. ഓപ്ഷൻ ബി 99 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം. 2 plates are at a potential -10 volt and +30 volt. If the separation between the plates is 2 cm, then find the electric field between them. Option A 2000 volt per meter, option B 1000 volt per meter, option C 500 volt per meter, option D
3000 volt per meter. സോ നമ്മുടെ അതിൻ്റെ ആൻസർ എന്നത് ഓപ്ഷൻ എ 2000 വോൾട്ട് പെർ മീറ്റർ ആണ്. അപ്പം ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഇലക്ട്രിസിറ്റി ASSR എന്നൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇലക്ട്രിസിറ്റിയിൽ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുമായിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അപ്പോൾ അതിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ അതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടിരിക്കണം. If red light is placed by blue light illuminating the object in a microscope, the resolving power of the microscope. Option A will decrease, option B will increase, option C will get halved, option D will remain unchanged. ഓപ്ഷൻ ബി വിൽ ഇൻക്രീസസ് ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, എ ഗ്യാസ് ഓഫ് ഡയറ്റോമിക് മോളിക്യൂൾസ് ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ടു സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഗ്യാസസ് CP/CV. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ASSRൻ്റെ പേപ്പറിലൊന്നും ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പല പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു റേഷ്യോ CP/CVയുടെ റേഷ്യോ 1:1.4 ആണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മളിപ്പം ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഗ്രൂപ്പ് എക്സിൽ ചോദിച്ചിട്ടുള്ള, അതായത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് നമ്മളിപ്പം ചെയ്തിട്ടുള്ളത്. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.